ഗുരുവായൂരിൽ 65-കാരിയെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചേലക്കര സ്വദേശിനി സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിൽ അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. 110 കിലോ കഞ്ചാവുമായി 4 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സ്ഥാപിച്ച ട്രാഫിക് മീഡിയൻ തിരിച്ചടിയായെന്ന് ആക്ഷേപം. ഗതാഗതം സുഗമമാക്കുന്നതിനു പകരം കുരുക്ക് കൂടുതൽ രൂക്ഷമായെന്ന് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പരാതി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഗുരുവായൂരിൽ 65-കാരിയെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചേലക്കര സ്വദേശിനി സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് വയോധികയുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. ഗുരുവായൂരിലാണ് 65-കാരിയായ സന്താനവല്ലിയെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാറിനെയും ഇയാളുടെ കൂട്ടാളിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് വയോധികയുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. സുരേഷ് കുമാർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഇന്നലെ സന്താനവല്ലി എത്തിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അത് സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തതായാണ് പ്രാഥമിക വിവരം. തുടർന്ന് സുരേഷ് കുമാറും കൂട്ടാളിയും ചേർന്ന് സന്താനവല്ലിയെ കിണറ്റിലേക്ക് തള്ളിയിട്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും കൊലപാതകത്തിന്റെ കൃത്യമായ കാരണവും കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മീഡിയ ടൈം, ഗുരുവായൂർ. എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിൽ അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. 110 കിലോ കഞ്ചാവുമായി 4 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളൊന്നാണ് ഇത് എന്ന് വിലയിരുത്തപ്പെടുന്നു. അങ്കമാലിയിൽ എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിലാണ് 110 കിലോ കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ ഒഡീഷ സ്വദേശികളായ ബൽഭദ്ര ധരുവ, ലക്ഷ്മൺ പത്ര, തരസ്വർ പത്ര, പ്രദീപ് ഖഡൈ എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. അങ്കമാലി എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരിവേട്ട നടന്നത്. പിടിയിലായ 4 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന സംഘത്തിലെ അംഗങ്ങളാണെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് എക്സൈസ് അറിയിച്ചു. പിടിച്ചെടുത്ത 110 കിലോ കഞ്ചാവ് കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിൽ ഒന്നാണെന്നാണ് എക്സൈസ് അധികൃതരുടെ വിലയിരുത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് കഞ്ചാവിന്റെ ഉറവിടം, വിതരണം ചെയ്യാനിരുന്ന കേന്ദ്രങ്ങൾ, സംഘത്തിലെ മറ്റംഗങ്ങൾ എന്നിവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് അറിയിച്ചു. മീഡിയ ടൈം, അങ്കമാലി. അന്തിക്കാട് പണം തട്ടൽ കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതിയുടെ സഹായിയെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 16,25,000 രൂപയും ഐഫോണും തട്ടിയ കേസിലാണ് അറസ്റ്റ്. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി 16,25,000 രൂപയും ഐഫോണും കവർന്ന കേസിൽ ഒളിവിലായിരുന്ന പ്രതി പീച്ചി മയിലാടുംപാറ സ്വദേശി അലൻ കെ ജയനെ ബംഗളൂരുവിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അലൻ കേസിലെ മുഖ്യപ്രതിയും 2ാം പ്രതിയായ ഷനിൽ അഥവാ കണ്ണന്റെ മുഖ്യ സഹായിയാണെന്ന് പോലീസ് പറഞ്ഞു. കവർച്ചാ സംഘം ഉപയോഗിച്ച ഇന്നോവ കാറിന്റെ വാടക ഷനിലിന്റെ നിർദ്ദേശപ്രകാരം നൽകിയതും അലനാണെന്ന് അന്വേഷണ സംഘത്തിൽ കണ്ടെത്തി. കൊട്ടേഷൻ, മയക്കുമരുന്ന് മാഫിയ ബന്ധമുള്ള ഷനിലുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അലൻ കവർച്ചയ്ക്ക് ശേഷം ഒളിവിൽ കഴിഞ്ഞ ഷനിലിന് താമസ സൗകര്യവും സാമ്പത്തിക സഹായവും നൽകിയതായി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ജൂൺ 19 രാത്രി സോഷ്യൽ മീഡിയ വഴി വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ $US ലഭ്യമാക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് റാഫി, മുഹമ്മദ് അസ്ലം, അജിത് കുമാർ, അബ്ദുൾ മജീദ് എന്നിവരെ തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയത്. ദുബായിലുള്ള നബീൽ എന്നയാളുടെ ബിനാൻസ് വാലറ്റിലേക്ക് $US ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരമായി കൊണ്ടുവന്ന 16,25,000 രൂപ തട്ടിയെടുക്കുകയായിരുന്നു. പാലക്കാട്ട് നിന്ന് തന്നെ കവർച്ചാ സംഘത്തിലെ 2 പേർ ഇവരുടെ കാറിൽ കയറി പണം കൈവശമുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കവർച്ച നടത്തിയത്. മീഡിയ ടൈം, തൃശൂർ. കയ്പമംഗലത്ത് ദേശീയപാതയിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. അപകടശേഷം ബസ് ഡ്രൈവർ സ്ഥലത്തു നിന്ന് ഓടിപ്പോയെന്ന ആരോപണവും ഉയരുന്നുണ്ട്.
കയ്പമംഗലം പനമ്പിക്കുന്ന് ദേശീയപാതയിൽ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. മലപ്പുറം എരമംഗലം സ്വദേശി ഉണ്ണികൃഷ്ണൻ സഞ്ചരിച്ച ബൈക്കിലാണ് KSRTC ബസ് ഇടിച്ചത്. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കാളമുറി മേൽപ്പാലം ഇറങ്ങിയ ശേഷം പെട്ടെന്ന് വലതുവശത്തെ സർവീസ് റോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് വഴിയമ്പലം മേൽപ്പാലം ഇറങ്ങി വന്ന ബൈക്കിൽ ഇടിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തെറ്റായ ദിശയിലേക്ക് ബസ് തിരിച്ചതാണ് അപകട കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഉണ്ണികൃഷ്ണന് കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഹാർട്ട് ബീറ്റ്സ് ആംബുലൻസ് പ്രവർത്തകർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പരിക്കേറ്റയാളെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്ന ഉടൻ ബസ് ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വിവരമറിഞ്ഞ് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപകടത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും അന്വേഷണം തുടരുകയാണ്. മീഡിയ ടൈം, കയ്പമംഗലം. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ BJP നേതാക്കളും കൗൺസിലർമാരും സ്ഥലം സന്ദർശിച്ചു. ബസ് സ്റ്റാൻഡിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. അപകടം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് BJP കൊടുങ്ങല്ലൂർ മണ്ഡലം നേതാക്കളും മുനിസിപ്പൽ കൗൺസിലർമാരും കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ബസ് സ്റ്റാൻഡിൽ നടന്ന അപകടം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും നേതാക്കൾ ആരോപിച്ചു. കാലപ്പഴക്കം മൂലം ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്നും സമഗ്ര സുരക്ഷാ പരിശോധന നടത്തി അടിയന്തര അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇന്നലെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം ഇന്നലെ വൈകിട്ട് 5:30 ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പുല്ലൂറ്റ് മേഖലയിൽ താമസിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി ബസ് കയറാൻ വന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിൽ നിന്നും വാർത്തിട്ടുള്ള ഒരു വലിയ വാർക്ക കഷ്ണം ആ കുട്ടിയുടെ കയ്യുമ്മ വീഴുകയും ആ കയ്യിൽ നിന്നിപ്പോൾ നീര് വന്ന് ആ കുട്ടി വീട്ടിൽ വിശ്രമിക്കുകയാണ്. ആ അപകടമുണ്ടായ സമയത്ത് വാർഡ് കൗൺസിലറായിട്ടുള്ള ഗീത റാണി പെട്ടെന്ന് ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ കൗൺസിലറായിട്ടുള്ള പ്രദീപ് ജള്ളിയിലും ഈ പരിസരത്തെത്തിയ ആ കുട്ടിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ ഡോക്ടറായിട്ടുള്ള പ്രവീൺ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. ആ കുട്ടിക്ക് കൈക്ക് വലിയൊരു ചതവ് പറ്റിയിട്ടുണ്ട്. ആ കുട്ടിക്ക് വിശ്രമിക്കേണ്ട ഒരു സാഹചര്യമാണ്, സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം 4.5 പതിറ്റാണ്ടോളം കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിച്ചത് LDF ഭരണസമിതിയാണ്. ഇവിടുത്തെ കോംപ്ലക്സ് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ ബിൽഡിങ്ങും ഈ ഭാഗത്തുള്ള ബിൽഡിങ്ങുകളും മുഴുവൻ വീഴാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് അതുമാത്രമല്ല, വാർഡ് കൗൺസിലർ കൃത്യമായിട്ട് ചെയർപേഴ്സണെ വിളിച്ചു പറയും, ഇതിൻ്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നിലെ ഈ ഭാഗം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ജനങ്ങൾ ഇതിലേക്ക് കടന്നു പോകാത്തൊരു സാഹചര്യം ഉണ്ടാക്കണം. യാത്രക്കാരുടെ ജീവന് ഭീഷണിയായ സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റി ഉടൻ ഇടപെടണമെന്നും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. സ്ഥലം സന്ദർശിച്ച സംഘത്തിൽ BJP കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി TJ, മണ്ഡലം സെക്രട്ടറി ശോഭ ജോഷി, BJP പാർലമെന്ററി പാർട്ടി ലീഡർ സജീവൻ TS, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അംജിത് TS, ഏരിയ വൈസ് പ്രസിഡന്റ് ഷിമി, കൗൺസിലർമാരായ വിജിൽ PV, പ്രദീപ് ചള്ളിയിൽ, സന്തോഷ് പുത്താഴത്ത്, ഗീത റാണി, രഞ്ജിത്ത് രാജീവ്, അമ്പിളി ജയരാജ്, രേഷ്മ പ്രമോദ്, ദീപ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ബസ് സ്റ്റാൻഡിലെ അപകടത്തിന് കാരണമായ സാഹചര്യങ്ങൾ പരിശോധിച്ച് ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സ്ഥാപിച്ച ട്രാഫിക് മീഡിയൻ തിരിച്ചടിയായെന്ന് ആക്ഷേപം. ഗതാഗതം സുഗമമാക്കുന്നതിനു പകരം കുരുക്ക് കൂടുതൽ രൂക്ഷമായെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പരാതി. ഒരാഴ്ച മുൻപാണ് ട്രാഫിക് മീഡിയൻ ഉദ്ഘാടനം നടത്തിയത്. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്വകാര്യ ആശുപത്രിയുടെ സഹകരണത്തോടെ ട്രാഫിക് മീഡിയൻ സ്ഥാപിച്ചിരുന്നു. മീഡിയനിൽ ദിശാ ബോർഡുകളും ലൈറ്റുകളും ജലധാരയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കി ഒരാഴ്ച മുമ്പാണ് ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ മീഡിയൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ശാസ്ത്രീയമല്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. 4 ദിശകളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് സുഗമമായി തിരിയാൻ കഴിയാതെ മീഡിയന് സമീപം നീണ്ട നിരയായി കാത്തുനിൽക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇതോടെ നേരത്തെ ഉണ്ടായിരുന്ന ഗതാഗതക്കുരുക്കിനേക്കാൾ വലിയ തടസ്സമാണിപ്പോൾ അനുഭവപ്പെടുന്നത്. രാവിലെയും വൈകിട്ടെയും തിരക്കേറിയ സമയങ്ങളിൽ പ്രദേശത്ത് ഗതാഗത സ്തംഭനം പതിവാവുകയാണ്. ട്രാഫിക് നിയന്ത്രണത്തിന് പകരം സ്വകാര്യ ആശുപത്രിയുടെ പരസ്യ ബോർഡായി മീഡിയൻ മാറിയെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രാഫിക് പരിഷ്കരണം നടത്തി
ആനമല ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ മാള ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മാളയിൽ നടന്ന സമ്മേളനം സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ ഗവൺമെന്റിനെ ഇല്ലാതാക്കി അല്ലേ? നല്ലൊരു ഗവൺമെന്റ് ആയിരുന്നു, ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ഗവൺമെന്റിന്റെ കാലത്താണ് നമ്മുടെ കുട്ടികളൊക്കെ സൗജന്യമായി വിദ്യാഭ്യാസം, ഭിന്നശേഷിക്കാരായ ഒരൊറ്റ കുട്ടികൾക്കും 10 പൈസ പഠിക്കാൻ ചെലവാക്കണ്ട, സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കിട്ടും. ഇനി വീട്ടിൽ കിടക്കുന്ന നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടികളുടെ കാര്യം മാത്രമല്ല ചിന്തിക്കുന്നത്, അല്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത കുട്ടികളുണ്ട് നമ്മുടെയൊക്കെ പലരുടെയും വീടുകളിൽ. ആ കുട്ടികളെ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ അധ്യാപകരെ തയ്യാറാക്കി BRCകൾ വഴി അങ്ങനെ വീട്ടിൽ പോയി പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ? ആർക്കെങ്കിലും അത് അറിയോ? ഏരിയ രക്ഷാധികാരി MM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സന്തോഷ് ബ്ലാക്കൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോമി ബേബി, MK മോഹനൻ, ER മുരളീധരൻ, CR സേതുമാധവൻ, സുധാ ദേവദാസ് എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് കൺവെൻഷൻ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് S സോമസുന്ദരം അധ്യക്ഷനായ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരുകളൊന്നും നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി കാലകാലമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഏവർക്കും അറിയാം, നിങ്ങളുടെ ഏറെ കാലത്തെ ജീവിതകാലം നമ്മൾ ജോലി കിട്ടി കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിക്കണം, അത് കഴിഞ്ഞ് മക്കളുടെ വിവാഹം, അത് കഴിഞ്ഞ് സ്വന്തമായൊരു വീട്, ഇത് കഴിഞ്ഞ് മറ്റുള്ള ചെലവുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് സീറോയായിരിക്കും. നേരത്തെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും, പല വീടുകളിലും പല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചെല്ലാറുണ്ട്. അപ്പോൾ മാസമായിട്ടും മറ്റു വകുപ്പുകളിലൊക്കെ നല്ല രീതിയിൽ സേവനം നടത്തി നല്ല രീതിയിൽ മക്കളെ ജീവിതമാർഗത്തിലേക്ക് എത്തിച്ച ഒട്ടനവധി സേവനം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നവരെയൊന്നും മക്കളും മറ്റുള്ള ബന്ധുക്കളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കാലഘട്ടം പോയി. പണ്ടൊക്കെ ഞങ്ങളൊക്കെ എന്നെയൊക്കെ പഠിപ്പിച്ച കരിക് മാഷുണ്ട്, നമ്മുടെ മ്യൂസിക് ടീച്ചറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ മാഷന്മാരെയും ടീച്ചർമാരെയും കാണുമ്പോൾ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ജോയ് മണ്ഡകത്ത് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AS പുരുഷോത്തമൻ, AK സലീന, MR ഗോപൻ, PP പുഷ്പാഗതൻ, PS സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ യൂണിറ്റ് കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഓരോ ജില്ലാടിസ്ഥാനത്തിൽ അതിൻ്റെ സംഘടന നേതാക്കൾ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സംഘടനയ്ക്ക് വ്യക്തമായിട്ട് രൂപം നൽകിയത്. അതിൻ്റെ ഒരു എന്താ പറയുക, അച്ചടക്കത്തോടുകൂടിയുള്ള ബൈലോട് കൂടിയിട്ടാണ് ഈ സംഘടന ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതാണ് ആദ്യത്തെ ചടങ്ങാണ് നമ്മൾ ഈ ഒരു കൊല്ലം പിറക്കുകയാണ് ഈ കൺവെൻഷൻ. നമ്മൾ പുതിയ ആളുകൾ സംഘടനയിലേക്ക് വരും. ആ പുതിയ ആളുകളെ ആദരിക്കുന്ന ദിവസമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൺവെൻഷൻ. ഇതാണ് നമ്മുടെ ഇക്കൊല്ലത്തെ ആദ്യത്തെ നമ്മുടെ പ്രവൃത്തി ദിനം. ശരിക്കും ഒരു യൂണിറ്റ് പുതിയ ആളുകളെ സ്വീകരിക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, സംഘടന ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. യൂണിറ്റ് പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷനായി. TD ഫ്രാൻസിസ്, PC വിശ്വനാഥൻ, KP അലക്സാണ്ടർ, PI ബാലൻ, CG കരുണാവതി തുടങ്ങിയവർ സംസാരിച്ചു. മാലിങ്കര SNM IMT എഞ്ചിനീയറിംഗ് കോളേജിലെയും പോളിടെക്നിക് കോളേജിലെയും വിദ്യാർത്ഥികൾക്കായുള്ള വെൽഫെയർ പരിപാടിയായ അടിയു 2026 കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ നാടിനോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരാകണമെന്നും വിദേശങ്ങളിൽ ചെയ്യാൻ തയ്യാറാകുന്ന ജോലികൾ സ്വന്തം നാട്ടിൽ ചെയ്യുന്നതിനും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും മുന്നിട്ടിറങ്ങി വരണമെന്നും മന്ത്രി പറഞ്ഞു. HMDP സഭാ പ്രസിഡന്റ് KP അനന്തൻ അധ്യക്ഷത വഹിച്ചു. HMDP സഭാ സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നടത്തി. SNM IMT എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P ആത്മറാം, PT വൈസ് പ്രസിഡന്റുമാരായ EM പ്രസാദൻ, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ബ്ലാക്ക് കാറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 13ാമത് പുരുഷ വനിതാ ബീച്ച് കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഷിഹാബ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ SI അറാഫത്ത് മുഖ്യാതിഥിയായി.
ക്ലബ് കോർഡിനേറ്റർ റിസ്വാൻ അധ്യക്ഷത വഹിച്ചു. CPM നേതാവ് നൌഷാദ് കൈതവളപ്പിൽ, കോൺഗ്രസ് നേതാവ് മനാഫ് അഴീക്കോട്, തൃശൂർ ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ സാദിഖ്, ചെയർമാൻ അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CPI കയ്പമംഗലം മണ്ഡലം പഠന ക്യാമ്പ് SN പുരം മോഹനൻ മെമ്മോറിയൽ ഹാളിൽ ആരംഭിച്ചു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VA കൊച്ചുമൊയ്തീൻ പതാക ഉയർത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ET ടൈസൺ, PK വാസുദേവൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ മാർക്സിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പാർട്ടി സംഘടനയും ബഹുജന സംഘടനയും എന്ന വിഷയത്തിൽ CPI സംസ്ഥാന കമ്മിറ്റി അംഗം TK സുധീഷ് ക്ലാസ് നയിച്ചു. മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് ഭാവി പ്രവർത്തന പരിപാടി അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് AD സുദർശനൻ ക്യാമ്പ് ലീഡറായും സാറാബി ഉമ്മർ ഡെപ്യൂട്ടി ലീഡറായും പ്രവർത്തിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരിൽ 65-കാരിയെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചേരക്കര സ്വദേശിനി സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിൽ അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. 110 കിലോ കഞ്ചാവുമായി 4 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സ്ഥാപിച്ച ട്രാഫിക് മീഡിയൻ തിരിച്ചടിയായെന്ന് ആക്ഷേപം. ഗതാഗതം സുഗമമാക്കുന്നതിനു പകരം കുരുക്ക് കൂടുതൽ രൂക്ഷമായെന്ന് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പരാതി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.